അതെ, നോക്കി നിന്നപ്പോൾ വേനലൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി. ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്യാറായി. അതാ വാങ്ങിച്ചു വെച്ചിരുന്ന സ്വിമ്മിംഗ് പൂള്, പിള്ളേരുടെ സ്വിമ്മിംഗ് പൂള് ഒന്ന് എയറൊക്കെ ഫില്ല് ചെയ്ത് അതൊന്ന് അവർക്ക് കുളിക്കാൻ സെറ്റപ്പാക്കാൻ നോക്കുകയാണ്. ഒരു എയർ ഫില്ല് ചെയ്യാനുള്ളൊരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം സമയമെടുത്താണ് ഫില്ലാകുന്നത്. പിള്ളേരിങ്ങനെ കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഞാനത്തേക്കാണ് ഉടുപ്പൊക്കെ മാറി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് എൻ്റെ വലിയ ആകാംക്ഷയോടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് സമയം എടുക്കുന്നുണ്ട്. ക്ഷമയൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരുടെ. എന്നാലും എങ്ങനെയൊക്കെ അത് സെറ്റ് ചെയ്തെടുത്തു. അതിങ്ങനെ ഓരോ കോണൊക്കെ നോക്കി ഇപ്പോൾ അത് അവിടെ വെക്കണോ, എവിടെ വെച്ചത് വാട്ടർ ഫില്ല് ചെയ്യണം എന്നൊക്കെ അത് നോക്കണം. കെയർഫുള്ളാണോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയാലോ, ഇനി ഉപയോഗിക്കേണ്ടതൊക്കെ അല്ലേ. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി എയർ ഫില്ല് ചെയ്യണമെന്ന് മനസ്സിലായി. ആ ഉദ്യമം എന്തായാലും ഞാൻ ചെയ്യുന്നില്ല, കുഞ്ഞിനെ തന്നെ ചെയ്യുന്നു. അവനത് വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെള്ളത്തിലിറക്കി എന്നും ടബിലൊക്കെ കുളിക്കുമ്പം അവർ എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ സ്പേസ് പുറത്ത് സൺലൈറ്റിലൊക്കെ അവർക്ക് ഇങ്ങനെയൊരു എക്സ്പോഷർ ഉണ്ടാക്കുകയാണ്. അവരുടെ കളിപ്പാട്ടമൊക്കെ മാക്സിമം അതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അവനിങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. കുറച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ട്. പേടിയുണ്ട് പിള്ളേർക്ക് ജലദോഷമൊക്കെ വരുമെന്ന്. നമ്മളെത്ര തോട്ടിലോ ആറ്റിലൊക്കെ ചാടിയിട്ടുണ്ട്. എത്ര മണിക്കൂറുകൾ കിടന്ന് കളിച്ചിട്ടുണ്ട്. ഇവർക്കും അങ്ങനെയൊക്കെ ചെയ്യട്ടെ. അതൊക്കെ ഉള്ള സാഹചര്യങ്ങളില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പം അസുഖമൊക്കെ വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത്. അത് നമ്മൾ കെയർഫുള്ളായിട്ട് നിൽക്കണം. ഇവിടെ ഒത്തിരി വെള്ളം നിറയ്ക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. അതിലും ഒരു കാര്യമായിട്ടത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാ ഏകദേശം നമ്മൾ ഒരു 10-15 മിനിറ്റ് കുഞ്ഞിൽ നിന്നു അപ്പോഴത്തേക്കും കണ്ണൊക്കെ ചുവന്ന് തുടങ്ങിയപ്പം അതിൽ ഇറക്കി കുളിപ്പിച്ച് കയറ്റി വീണ്ടും. എന്തായാലും വളരെ നല്ലൊരു ദിവസം. അപ്പം സീ യു. താങ്ക് യു.